മുതൽ ക്ഷേമ പെൻഷൻ ജനങ്ങളുടെ കയ്യിൽ നേരിട്ടെത്തില്ല. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ്. ഇനി ക്ഷേമ പെൻഷൻ എത്തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ്. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം പാലിക്കാനാണ് പുതിയ തീരുമാനമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കമലേഷ് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കമലേഷ്, ഈ കേന്ദ്രം BJP സർക്കാർ എന്തു പറയുന്നു? അതെല്ലാം UDF സർക്കാരിന് തിട്ടൂരങ്ങളാണ്. അവർ അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇപ്പോഴിതാ ക്ഷേമ പെൻഷനും വീടുകളിലേക്ക് എത്തില്ല, ഇനി ബാങ്ക് അക്കൗണ്ടുകൾ വഴിയായിരിക്കും. ഇവിടെ വരുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ക്ഷേമ പെൻഷനുകളൊക്കെ വീടുകളിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. അത് ഇവിടുത്തെ സാധാരണക്കാരായ വയോധികരായ ആളുകൾക്ക് അവരുടെ കൈകളിലേക്ക് ആ പണം, ബാങ്കിൽ പോവാനോ ATM-നൊന്നും പോകാൻ പറ്റാത്തവർക്ക് അവരുടെ കൈകളിലേക്ക് കിട്ടുക. ഒപ്പം തന്നെ ഇനി കിട്ടിയില്ലെങ്കിൽ സഹകരണ ബാങ്കിലാണ് കൊണ്ടുവരുന്ന ആളോട് നമുക്ക് ചോദിക്കാം. ഈ ഒരു എളുപ്പത്തിൽ അവർക്ക് കാര്യങ്ങൾ കിട്ടുക എന്നൊരു ഉദ്ദേശത്തിന്റെ പുറത്താണ് കഴിഞ്ഞ സർക്കാർ ഈ ക്ഷേമ പെൻഷൻ വീടുകളിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇതൊന്നും ഈ നിയമാവലികളും കേന്ദ്രത്തിന്റെ തീരുമാനങ്ങളും മാത്രം നടപ്പിലാക്കുന്ന VD സതീശൻ സർക്കാർ കാണുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സിന്ധൂരി, തീർച്ചയായും വലിയ ഒരു തിരിച്ചടിയാണ് ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ലക്ഷോപലക്ഷം സാധാരണ മനുഷ്യന്മാരെ സംബന്ധിച്ച് ഈ ഒരു ഉത്തരവിലൂടെ ഉണ്ടായിട്ടുള്ളത്. VD സതീശൻ സർക്കാർ സ്വീകരിക്കുന്ന പല തീരുമാനങ്ങളും ഇത്തരത്തിൽ സാധാരണക്കാരന് വലിയ ഇരുട്ടടിയാകുന്ന തീരുമാനങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിലേറ്റവും അവസാനത്തേതാണ് ഈ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് അത് നേരിട്ട് അവരുടെ വീടുകളിൽ കൊണ്ടുചെന്ന് കൊടുക്കുന്ന ആ പദ്ധതി നിർത്തലാക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ നമ്മൾ ആലോചിക്കേണ്ടത് 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറി 3-ാം മാസം, അതായത് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഒരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നത്. അതായത് സഹകരണ സംഘങ്ങൾ വഴി, സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് ഇത്തരത്തിൽ ഈ വയോജനങ്ങളായിട്ടുള്ള മറ്റ് പലതരത്തിലുള്ള വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് ബാങ്കുകളിൽ പോവുകയും അവിടെ ക്യൂ നിൽക്കുകയും മണിക്കൂറുകളോളം കാത്തുനിന്ന് ഈ പെൻഷൻ വാങ്ങി തിരിച്ചു വരികയും ഒക്കെ ചെയ്യുക എന്നുള്ളത് അസാധ്യമായ കാര്യമായിരുന്നു, വലിയ പ്രയാസമേറിയ കാര്യമായിരുന്നു. അതിനൊരു അവസാനമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 2016 അധികാരത്തിലേറി 3-ാം മാസം, അതായത് ഓഗസ്റ്റ് മാസത്തിൽ പിണറായി വിജയൻ സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നത് സഹകരണ ബാങ്കുകൾ വഴി ഈ പെൻഷൻ ഈ ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തിച്ച് നൽകുക എന്നുള്ളത്. അത് ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും സഹായകരമായ ഒരു പ്രഖ്യാപനമായിരുന്നു, സർക്കാരിൻ്റെ ഒരു തീരുമാനമായിരുന്നു. ഇന്നിപ്പോൾ 10 വർഷത്തിനിപ്പുറം അതേ ഓഗസ്റ്റ് മാസത്തിലാണ് VD സതീശൻ സർക്കാർ അത്തരം ഒരു സഹായം അത് തുടരേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നത്. അത് എന്തിൻ്റെ പേരിലായാലും ഈ വിഭാഗത്തെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഇത് സംബന്ധിച്ച് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ തീരുമാനം സർക്കാർ കൈക്കൊണ്ടു കഴിഞ്ഞു. അത് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ അത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഇതിൽ പറയുന്ന ന്യായം എന്ന് പറയുന്നത്, ഈ സഹകരണ ബാങ്കുകൾക്കൊരു ഇൻസെൻറ്റീവ് തുക ഇത് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ടായിരുന്നു. അത് നൽകുന്നത് വലിയ നഷ്ടമാണ് സർക്കാരിന് ഉണ്ടാക്കുന്നത് എന്ന കാരണമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നത് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേകമായ ഒരു പോളിസിയാണ്. ആ പോളിസി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം പാലിക്കാൻ ഇതുവഴി കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ഈ ആരൊക്കെയാണോ ഇതിൻ്റെ ഗുണഭോക്താക്കൾ അവരുടെ അക്കൗണ്ടുകളിൽ നേരിട്ട് എത്തിക്കുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ, ഒരു നയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത് ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായും വീട്ടിൽ വൃദ്ധരായ ദമ്പതികൾ മാത്രം താമസിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട്. അവരൊക്കെയും ഇനി വീടുകളിൽ നിന്ന് ബാങ്കുകളിൽ പോയി ക്യൂ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ ഒരു തിക്തഫലം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അടിക്കടി സാധാരണ ജനവിഭാഗങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിലേക്ക് VD സതീശൻ സർക്കാർ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു പോകുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് എത്രത്തോളം സഹായകരമായിരുന്നു ഈ പദ്ധതി എന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, സഹായിക്കാൻ ആരുമില്ലാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെയും ഈ പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് ആശാ വർക്കർമാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇത്തരം ആളുകളെ പോയി കാണുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് ഈ നിലയിൽ ഈ പെൻഷൻ തുക വീടുകളിൽ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും സഹായകരമായിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. ആ പദ്ധതി നിർത്തലാക്കുക വഴി വലിയ ബുദ്ധിമുട്ടിലേക്കാണ് ലക്ഷോപലക്ഷം വരുന്ന ഈ പെൻഷൻ ഗുണഭോക്താക്കൾ പോവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സിന്ധൂരി.
മാത്രമല്ലല്ലോ ഇപ്പോൾ ഈ ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് 10,000-ഓളം വരുന്ന ഈ കളക്ഷൻ ഏജന്റുമാർക്ക് അവർക്ക് ഏതാണ്ട് 25% ഇൻസെന്റീവ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വരുമാനം കൂടിയാണ്. അതുകൂടിയല്ലേ ഈ പ്രശ്നം കൊണ്ട് ഇപ്പോൾ ഇല്ലാണ്ടാവുന്നത്? ഈ കളക്ഷൻ ഏജന്റുമാർക്കും ഇതൊരു തിരിച്ചടിയല്ലേ? സിന്ധൂരി, തീർച്ചയായും അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ബാങ്കുകൾക്ക് ഈ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇൻസെന്റീവ് തുക സർക്കാർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ തുക വലിയ നഷ്ടമാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഈ 25% ഇൻസെന്റീവ് കൊടുക്കുക വഴി അത് എത്രത്തോളം ആളുകൾക്ക്, അതായത് ഈ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള എത്രത്തോളം ആളുകളെ അത് സഹായിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു ചെറിയ തുക സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ നഷ്ടമുണ്ടാക്കുന്നു എന്ന കണ്ടെത്തലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ഈ പ്രിയദർശിനി പദ്ധതി ഉൾപ്പെടെ നമ്മൾ ഈ സർക്കാരിൻ്റെ ഒരു നിലപാട്, നയം സംബന്ധിച്ച് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. സ്വാഭാവികമായും ഈ പ്രിയദർശിനി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സ്ഥിരം ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന, ജോലിക്ക് പോകുന്ന, സർക്കാർ ജോലി ഉൾപ്പെടെ ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ പ്രിയദർശിനി സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത്. അവർക്ക് വരുമാനമുണ്ട്, അവർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട്. രാവിലെയും വൈകിട്ടും ഓഫീസിലേക്ക് പോവുകയും തിരികെ പോവുകയും ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ പ്രിയദർശിനി ബസ്സിൻ്റെ ഗുണം ഉപയോഗപ്പെടുത്തുന്നത്. അവരെ സംബന്ധിച്ച് ഈ ഒരു സഹായം, ഒരു ഫ്രീ ആയി ബസ്സിൽ യാത്ര ചെയ്യുക എന്നത് സംബന്ധിച്ച് അത് സാധാരണ ജനവിഭാഗങ്ങൾക്ക് ഒട്ടേറെ ഗുണം ഉണ്ടാക്കുന്നൊരു പദ്ധതിയല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ പെൻഷൻ തുക വീടുകളിൽ എത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരായ ആളുകളെ നേരിട്ട് സഹായിക്കുന്ന നിലയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു സർക്കാർ നേരത്തെ കൈക്കൊണ്ടത്, LDF സർക്കാർ കൈക്കൊണ്ടത്. പക്ഷേ അത് വലിയ നഷ്ടമാണ് എന്ന് പറയുന്നത്. അതായത് ഈ 25% ബാങ്കുകൾക്ക് നൽകുന്ന ഇൻസെന്റീവ് തുക അത് തുച്ഛമായ തുകയാണ്. ആ തുക വലിയ നഷ്ടമാണ് എന്ന് പറയുകയും പ്രതിദിനം 3 കോടി രൂപ ഉൾപ്പെടെ KSRTCക്ക് പ്രിയദർശിനി വഴി സൗജന്യമായി യാത്ര ചെയ്യുന്നത് വഴി സർക്കാർ നൽകുകയും ചെയ്യുന്നു എന്നുള്ളത്, അവിടെയാണ് ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത്. കോടികൾ പ്രിയദർശിനിക്ക് വേണ്ടി ചെലവാക്കുന്ന സർക്കാരിന് സാധാരണക്കാരന് വീടുകളിൽ പെൻഷൻ എത്തിക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കാൻ തുകയില്ല, അത് വലിയ നഷ്ടം സർക്കാരിന് ഉണ്ടാക്കുന്നു എന്ന കണ്ടെത്തൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ എന്നുള്ളതാണ് വലിയ വിരോധാഭാസമായി നമ്മൾ കാണേണ്ടത്. സിന്ധൂരി.